നല്ലവനായ സ്വർഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ, പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞിരിക്കണമേ, ബന്ധനങ്ങൾ അഴിയണേ, അസ്വസ്ഥകളെ കെട്ടണമേ കർത്താവെ. ഓരോ ദിവസവും ഓരോ മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ അഭിഷേകം ഇറങ്ങണമേ കർത്താവെ. ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ വചനങ്ങൾ അനേരിലേക്ക് അത് പരിവർത്തനം ചെയ്ത് അത് മാനസാന്തരത്തിന് അനുഭവിയായി മനുഷ്യർ കേൾക്കുമ്പോൾ സന്തോഷമാകുവാൻ തൊക്കെ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. ദൈവമേ, നല്ലത് മാത്രം സംസാരിക്കുവാനും നല്ലത് മാത്രം പറയുവാനുള്ള കൃപ പിതാവേ എൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം, യേശു നാമത്തിൽ തന്നെ ആമേൻ. വിശദീകരണമാണ് ദൈവം അഭിലാഷിക്കുന്നത്. ദൈവം എങ്ങനെയാണ് അഭിലാഷിക്കുന്നത്? ദൈവം പറയുന്നത് അതാണ് നമ്മുടെ വിശദീകരണം. നമ്മൾ ഓരോരുത്തരും വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് വിശദീകരിക്കുക. ഉള്ളുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും. വസ്ത്രങ്ങളല്ല നമ്മുടെ ഹൃദയശുദ്ധിയിലാണ് ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത്. ദൈവം എങ്ങനെ ആകണമെന്ന് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയം നിഷ്കളങ്കമായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയശുദ്ധി വിശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം തമ്മിൽ നമ്മുടെ ഉള്ളിൽ വസിക്കൂ. ആരെങ്കിലും സ്വരം ശ്രവിച്ച് ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കയറും. അന്നേരം ഈ വാതിലാകുന്ന ഹൃദയത്തിലാകുന്ന ആത്മാവിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കണം. അന്നേരം ഈ വാതിലാകുന്ന ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാപട്യമില്ലാത്ത വാതിൽ തുറക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം ഇറങ്ങുന്നത്. അതുപോലെയാണ് അത് നിങ്ങൾ വിശുദ്ധീകരിക്കണമാണ്. ദൈവം അഭിലേഷിക്കുന്നത് ആസാന്മാർഗികളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഈ പാപത്തിൻ്റെ മേഖലകൾ ദൈവം അറിയാത്ത നമ്മളറിയാത്ത ചില മേഖലകളുണ്ട്. ഏറ്റവും കൂടുതൽ വസിക്കുന്ന പാപത്തിൻ്റെ മേഖലകളാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ പാപം വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു വട്ടം വായിച്ചാൽ നമ്മൾ മനസ്സിലിരിക്കും. വേണ്ടുന്ന കാര്യം 1000 വട്ടം വായിച്ചാലും നമ്മുടെ മനസ്സിൽ മറന്നുപോകും. അന്നേരം വേണ്ടാത്ത കാലിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോഴും നീങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങളെ മാറ്റണമെന്ന് നമ്പരാൻ പറയുന്നത്. നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങളോട് ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. വേണ്ടത് എങ്ങനെയെന്നറിയണം. നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച്, നിങ്ങളോട് ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധി. ഒരു മനുഷ്യൻ്റെ ശരീരം ദൈവമാകുന്ന ശരീരം. അതായത് കർത്താവ് പറഞ്ഞത്, ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. ഒരു മാനസാന്തരം അവന് ഉള്ളിലുണ്ടാവണമെങ്കിൽ അതാണ് നമ്പരാൻ പറഞ്ഞ മാന്യത. അതായത് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? വസ്ത്രധാരണം ഒരു മെയിൻ ഘടകമാണ്. ഒരു വസ്ത്രധാരണത്തിൽ കൂടിയാണ് അനേകം ലോകത്തെ ഇന്ന് പാപത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് സ്ത്രീയായാലും പുരുഷനായാലും പാപത്തിൻ്റെ മേഖല വിട്ടകലാൻ ഇന്ന് നമുക്ക് പ്രശ്നമാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ ഇന്ന് നമ്മുടെ മക്കൾ നശിച്ചു പോകുന്നത് എന്താ അറിയോ? ഒരു ഇടുങ്ങിയ വഴിയാണ്. ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കുന്നത് ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടിയാണ്. ആ ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കുമ്പോഴാണ് ഇന്ന് നമുക്കൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നത്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ ഡിസ്കോ ഡാൻസും അതുപോലെ വെറിക്കൂത്തുകളിലും പിന്നെ സാത്താൻ സേവയിലുമാണ് ഇന്നാക്കുന്നത്. അവിടെ ആദ്യമേ ഉള്ളൂ അത് കേട്ടോ. ആദ്യം ചെല്ലും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഉറക്കമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഇതെന്തായിത്തീർന്നോ? ആത്മഹത്യയാവും, കൂട്ടക്കൊലയായിക്കോ, ഇതെല്ലാം ആവും. ഇന്ന് ഏറ്റവും കൂടുതൽ എവിടെ ആയാലും, അതായത് മുസ്ലിം മതമായാലും ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമോ എവിടെ ആയാലും ഇന്നത്തെ തലമുറ ദൈവത്തെ വേണം. അവരിഷ്ടമുള്ള നയത്തിലേക്ക് എവിടെ വേണമെന്ന് നോക്കി. ഏത് മതത്തിലെ ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർ ദൈവത്തെ അറിയുന്നില്ല. അവർ പറയും ഇങ്ങനൊരു മതം വേണ്ട, കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഇന്ന് സ്വന്തമായി അടിച്ച് പൊളിച്ച് എത്രമാത്രം പാപത്തിൽ ജീവിക്കാം അത്രമാത്രം ജീവിച്ചു കഴിഞ്ഞാണ് അവസാനം 10-1 തിരിച്ചു വരുന്നത്. ഒരു കുറ്റബോധം ഉണ്ടായി ഓടി വന്നു. ഒരു മുടിനായ പുത്രൻ എന്താ പറഞ്ഞത്? എല്ലാം വിറ്റ് അവൻ്റെ മൊത്തം സുഖത്തിലെല്ലാം പോയി തിന്ന് കുടിച്ച് വന്ന് അവനും അവസാനം പൈസ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി അവൻ്റെ പന്നിക്കൂട്ടത്തിൽ നിന്ന് ആഹാരത്തിന് പോലും ഇല്ലാതെ വന്നപ്പോൾ അവൻ സ്വന്തം അപ്പനെ നോക്കി. അവസാനം അവൻ മാനസാണ്, അപ്പം നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്ത് നിന്റെ മകനെന്ന് വിളിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. അവൻ ആ തിരിച്ചു വരവ് എന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ തൻ്റെ വിഷയത്തിൽ ജാതികളെ പോലെ, അതായത് നിങ്ങൾ പറഞ്ഞ മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത്, സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാം. നമുക്ക് തന്നെ അറിയാം. ഇന്ന് നമ്മുടെ മക്കൾ ആരെങ്കിലും പറയാറുണ്ട്, അവൻ നല്ല വസ്ത്രം ഇട്ടുകൊടുത്തെങ്കിൽ അല്ലെങ്കിൽ മാർ കാണിച്ചില്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കാതിരിക്കുന്നത് വലിയവരെ പോറ്റാൻ പാടും. ഇന്ന് ചെറുപ്പക്കാരെ വേണോ? ഇന്ന് 50 വയസ്സുള്ളവരെല്ലാം മേലോട്ടവരെല്ലാം പാപത്തിൻ്റെ മേഖല. ഏറ്റവും ഇന്ന് മനുഷ്യൻ നോക്കുന്ന ആഡംബര ജീവിതം എങ്ങനെങ്കിലും ശരീരം എവിടെല്ലാം കാണിക്കാൻ പറ്റും അതൊരു ആഹ്ലാദം, അല്ലെങ്കിൽ ഒരു റേഞ്ച്, അല്ലെങ്കിൽ ആൾക്കാരെ ഒത്തിരി
നമ്മെ നയിക്കും, ആൾക്കാർ നോക്കണം. പറഞ്ഞു മനസ്സിലായോ? അതിന് റീൽ ഒത്തിരി ആൾക്കാർ കമൻ്റ് ഇടണം, അവൻ നല്ലതാണ്. അതിനെ മാത്രം ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കാണാനുണ്ടോ? ആരുമില്ല. നേരെ മറിച്ച് ഒരു പാവത്തിൻ്റെ മേഖല ലക്ഷങ്ങൾ കാണാനുണ്ട്. ഇന്ന് ദൈവം നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ്? പാവത്തിൻ്റെ മേഖലയിലേക്കാണ് നയിക്കുക. അതിനേക്ക് കൂടെ തിരിഞ്ഞു വരണമെന്ന് തമ്പുരാൻ പറഞ്ഞു. സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യത്തിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതികളെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. എന്താ കാമവികാരങ്ങൾ? ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ സെക്സിൻ്റെ അടിമയാണ്. ഇന്ന് കേരളത്തിലല്ല, ഒരു ജാതിയിലും ഒരു ഇതിലും പെണ്ണിൽ നിന്ന് പുരുഷന്മാർ ഇഷ്ടം പോലുണ്ട്. പിള്ളേർ കല്യാണം കഴിക്കുന്നില്ല. എന്താ? പാപത്തിൻ്റെ മേഖലയിൽ കൂടി ഇന്ന് നമ്മുടെ പെൺമക്കളായാലും ആൺമക്കളിൽ നിന്ന് ഓടുക. വിചാരങ്ങൾ എങ്ങനെയാണെന്ന്, അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പരസ്യമായിട്ടാണ് ഇന്ന് സെക്സിനെ പറ്റി യൂട്യൂബിൻ്റെ അകത്തൂടെ വന്ന് പറയുന്നത്. ഡോക്ടർമാർ അതിങ്ങനെ പോകണം, അതങ്ങനെ വേണം. പണ്ടങ്ങനൊന്നുമില്ല. ഇന്ന് കാമവെറിക്കൂത്തുകളുടെ മുന്നിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. ഇന്ന് നാണമില്ല. എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവർക്കറിയത്തില്ല. അവരെന്താ പറയുന്നത്? ഇന്ന് റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് കോണാപ്പീറ്റ് കയറുന്നെങ്കിലും എന്ത് ചെയ്താലും ഒന്നും കുഴപ്പമില്ല. ഇന്ന് മനുഷ്യൻ റീച്ചിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും ജാതി ഭേദമന്യേ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ കാണുന്നോ മക്കളുണ്ടെന്നോ ഒന്നുമില്ല അവർക്ക്. ഇന്ന് തമ്പുരാൻ ഒരു കാര്യം, മനുഷ്യനെ ഭംഗിയോ ദൈവത്തെ പേടിയില്ലാത്തവൻ അവൻ മനുഷ്യനല്ലെന്നാണ് പറയുന്നത്. ഇന്ന് രണ്ടുമില്ല. പണ്ട് മൃഗങ്ങൾക്കുണ്ട്, ഇന്ന് മൃഗങ്ങളെക്കായി കഷ്ടമാണെന്ന് മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ നമ്മുടെ വിജാതികളെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴി പിഴിക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത് ഈ സഹോദരങ്ങളെ. ഒരു സ്ത്രീ നിയമിച്ചു കഴിഞ്ഞാൽ എന്ത് വിളങ്ങുന്നുണ്ട്? എന്നാൽ ആ നിയമത്തിൻ്റെ അല്ല, അവരുടെ പുറകെ ഒരു സ്ത്രീ കരഞ്ഞു കഴിഞ്ഞാൽ എന്തും ഉണ്ടാക്കി കൊടുക്കും. ഒരു പുരുഷൻ കരഞ്ഞാലോ, ഒരു സ്ത്രീയെ പരിചയപ്പെട്ടാൽ 10, 25, 30 പരിചയം, ഒരു പുരുഷനെ പരിചയപ്പെട്ട അധികം കൂടെ 3 പേരിൽ കൂടി പരിചയപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്താണ് ഇരിക്കുന്നത്, നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ, തമ്പുരാൻ സൃഷ്ടിയിലായപ്പോൾ തന്നെ എന്താ വേണ്ടിയെന്നുള്ളത് പറഞ്ഞു. ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് തമ്പുരാൻ അറിയാം. പറഞ്ഞു, തമ്പുരാൻ നമ്മളെ കാണുന്നത്, കേൾക്കുന്നത്, പ്രവർത്തിക്കുന്നത് ദൈവം കാണുന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. ഇല്ല എങ്കിൽ അടിസ്ഥാനം തെറ്റിയതുപോലാവും. ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ കാര്യങ്ങൾ പ്രതികാരം ചെയ്യുവാനായിട്ട് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അന്നേരം നമ്മളിതെല്ലാം ചെയ്യേണ്ടത് എന്താ? വിശുദ്ധിയല്ല. നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷവും. അശുദ്ധി ഇല്ലാതെ വിശുദ്ധിയിലേക്ക് നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തമ്പുരാൻ പറയുന്നത് നമ്മൾ സോപ്പ് കൊണ്ട് എന്നെ കഴുകണം. നമ്മുടെ ഹൃദയം, അതായത് തമ്പുരാൻ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, കിണ്ടി അതിൻ്റെ അകമല്ല പുറവും ദൈവം തമ്പുരാൻ ഒരാളെ പണിഞ്ഞത്. എന്നാലും ഇത് രണ്ടും കഴിയണം. അകവും കഴിയണം, പൂർവ്വവും കഴിയണം. നമ്മൾ പുറം സോപ്പ് കൊണ്ട് കഴിവാം, പക്ഷേ ഹൃദയങ്ങളിലോ ഉപവാസവും പ്രാർത്ഥനയാലൊക്കെ നമ്മൾ കഴിവണം. അതൊക്കെ നമ്മൾ കഴുകി ദൈവത്തമ്പുരാൻ ഫന്നിലും നിൽക്കണം. ഇത്തിരി പാടാകട്ടോ. ഈ വന്ന കാലത്ത് ഇന്ന് ദൈവം ഉണ്ടോ എന്ന് തന്നെ മനുഷ്യന്, ദൈവം വരുമ്പം ദൈവത്തിൻ്റെ കൂടെ പോകുവാൻ ആരും കാണത്തില്ല. തമ്പുരാൻ തന്നെ അത് പറയുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ആരും ഇന്ന് വെറിക്കൂത്തുകളുടെ പുറയില്ല. ഇന്ന് സമാധാനമില്ല, സന്തോഷമില്ല. ഇന്ന് എവിടെ പോയാലും പ്രശ്നങ്ങളുടെ നടുവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എവിടെ ചെന്നാലും നോക്കി എല്ലാം മനുഷ്യനെ ആകർഷിക്കുന്ന പരസ്യങ്ങളാണ്. മനുഷ്യൻ്റെ ക്രിസ്ത്യാനിയുടെ ജീവിതം പരസ്യമായി പോയി. ആ പരസ്യത്തിൽ കൂടി ജീവിച്ചാണ് ഇപ്പോൾ. അന്നേരം എന്ത് ചെയ്യും? ദൈവമില്ല. പരസ്യമുണ്ടെങ്കിൽ ദൈവമില്ല. കർത്താവ് മനുഷ്യൻ നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും, അതായത് ആത്മാവ് നമ്മളിൽ നിന്ന് അകന്നു. ആത്മാവ് നമ്മളിൽ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളുണ്ടാവണം. കേൾക്കുന്നുണ്ടോ? ആത്മാവ് തളർന്നാൽ ദൈവീകം വളരും, ദൈവീകം വളർന്നാൽ ആത്മാവ് തളരും. അന്നേരം നമ്മൾ ആലോചിക്കും എന്ത് വേണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഈ ലോകം മരിച്ചു കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അന്ന് കൈയും കെട്ടി നിന്നിട്ട് കഥയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.